നീല ഞാൻ സെക്കൻഡ് സാരി ഉണ്ടായിട്ടില്ല ഒരു നീല കളറില്ലാത്ത പൊട്ടാ നൂക്കാരിക്ക് സർബത്ത് ഇഷ്ടപ്പെടൂല ചിറ്റമോള് ഒരുപോലെ നോക്കിയേ ഇന്ദ്രു നീയൊക്കെ എന്നെ പറഞ്ഞല്ല നീ ഇപ്പൊ ഇത് പറയാനൊന്നുമില്ല നിനക്ക് കേട്ടാ ഇതാ കേറി ഇവിടെ ഇതെങ്ങനെ കേറി ഇതെങ്ങനെ ചാടി പിടിച്ച് കേറി എന്റെ അമ്മ ഞാൻ ഇറങ്ങി എങ്ങനെയോ ചാടി ഓടി ഇറങ്ങി അപ്പുറത്താ ഇതാണ് നോക്കണ്ടെന്ന് ഇവിടെ ആരും ഇല്ലേ വീട്ടുകാരൊന്നും ഇല്ലേ ഇട്ടാണല്ലോ ഇവിടെ മൊത്തം ലൈറ്റ് എന്താണ് നോക്കണ്ടതെന്ന് വെച്ചാൽ നാട്ടിൽ ഉത്സവം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വരെയാണ് 30 എപ്പോഴാണ് വന്നതിന് ശേഷം എന്താണെന്ന് അറിയില്ല അപ്പോൾ സാരി ബ്ലൗസ് പാവാട എന്തൊക്കെയോ ചെയ്യണം അതിനുള്ള പ്ലാനിങ്ങിലാണ് വന്നേക്കണം അപ്പൊ ഇതാണ് സാരി കളർഫുൾ സാരി ഇതെന്റെ അമ്മ ഇത് കണ്ടിട്ട് എനിക്ക് മുറിക്കാൻ തോന്നുന്നില്ല അമ്മ ഉടുത്തിറങ്ങിയ സാരിയാണ് കേട്ടാ അയ്യ നിങ്ങളെ കൊണ്ടുവന്ന എന്റെ കല്യാണ സാരിനെക്കാട്ടും നല്ല അടിപൊളി സാരിയായിരുന്നു ഇത് കണ്ടോ പക്ഷെ ഇതിന്റെ മോഡൽ ഇപ്പൊ പോയോണ്ട് എടുക്കാൻ കഴിയുന്നില്ലല്ലേ അമ്മേ എന്ത് നല്ല രസമുള്ള സാരിയാ നോക്കി ഇപ്പൊ ഇത് വെട്ടി തയ്ച്ച് ഞാനൊരു പാവാടയും ബ്ലൗസും ആക്കാം ഒന്ന് എന്താവും എന്താ സംഭവം എനിക്കിപ്പൊ ഇത് കണ്ടപ്പോ മനസ്സ് വരുന്നില്ല കേട്ടാ മുറിക്കാൻ വേണ്ടി അല്ലേ ഇപ്പൊ നല്ലൊരു രസമായിരുന്നു കേട്ടാ ഞാൻ ഈ സാരി എടുത്തിറങ്ങിയപ്പോ ആ ഫോട്ടോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇതാണ് ഇതിന്റെ അളവിൽ അടിക്കാനാണ് എന്റെ പ്ലാൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അടിക്കണം വത്തക്ക എടുത്തോ ഇതും കൊണ്ട് തന്നെ ബ്ലൗസ് ഇതുകൊണ്ട് തന്നെ പാവാട എടുത്തമ്മേന്റെ ഇതിന്റെ അളവില് പാവാട ഇത് കറക്റ്റ് അളവാണ് കൊണ്ട് പാവാട അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ പാവാട അമ്മനെ ഏൽപ്പിക്കാൻ നമുക്കെന്തായാലും ബുദ്ധിമുട്ടാവടി ഞാൻ എന്താ പറയുന്നറിയോ എന്നെ കൊണ്ട് നടക്കോ അടി ഇതിനെക്കാട്ടി നല്ലല്ലേ ആ നീല ഞാൻ സെക്കൻഡ് സാരി ഉണ്ടായിട്ടില്ല ഒരു നീല അപ്പൊ പിന്നെ ഡ്രസ് കോഡ് പച്ചയല്ലേ ഇവിടെ എല്ലാവരും ഡ്രസ് കോഡ് ഇടുന്നോടത്ത് ഇവിടെ മാത്രം പോയിട്ട് വേറെ പോവാ ഇങ്ങനെ അടിക്കണോ അതോ ഇങ്ങനെ തിരിച്ചടിക്കേണ്ടി വരും ഇതാണോ നന്ന അടിയേ അങ്ങനെയല്ല ഞാൻ പറയുന്നത് നന്ന വർക്കായി പോകൂലേ ഇതാണോ ഭംഗി അത് സാരമില്ല മോനെ അതാ ഉത്സവത്തിന് ഇതാണോ ഭംഗി ഇതല്ലേ അല്ലേ ഭംഗി ഉണ്ടാവാ നിഗി വന്നിട്ട് വേണം നിഗിനോട് ഒന്ന് അഭിപ്രായം ചോദിക്കണം എന്നിട്ട് വേണം ചിന്ത ചെയ്യാൻ എന്താ ഒരു വത്തക്ക കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വത്ത കളറില്ലാത്ത വത്ത മേടിച്ചിട്ടാ പൊട്ടാ കട്ടാക്കൂല പാവാടപ്പാൻ മൂട് കയറി ഇരിപ്പുണ്ടാവും ഇപ്പൊ അതെവിടെങ്കിലും കയറി ഇരിപ്പുണ്ടാവും ഇതറിയില്ലേ മൂടൊന്നും കേറി ഇരിപ്പില്ല അപ്പൊ വെറുതെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിട്ട് അതും കൂടെ തന്നെ അതും കൂടി ഇങ്ങ് തന്നെ കേറുന്നില്ലേ ഇവര് വാ ഇരിക്കപ്പ വന്ന കാലി ഒരു ബ്ലൗസും പാവാട എടുത്തിട്ട് സ്ഥിരമുള്ളതാണ് ഇനി കഴിഞ്ഞ് ഒരു മാസം ഇത് തന്നെ ഇരിക്കും അവസ്ഥ ബ്ലൗസ് അടിക്കണം മറ്റേ നീട്ടി അടിക്കണം ചുറ്റി അടിക്കണം നമുക്കെല്ലാം എന്തൊരു പരിപാടിയില്ല ഇതെല്ലാം ഒന്ന് സഞ്ചിയിലാക്കിയമ്മേ സഞ്ചിയിലോട്ടാക്കി എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങാട് കൊണ്ടുപോകാം അമ്മ സർബത്ത് കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു എങ്ങനെ നോക്കട്ടെ സർബത്ത് എവിടെ നമ്മള് പണ്ട് പറവൂര് ബസ് സ്റ്റാൻഡിലല്ലേ പറവൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാല് ഇതിലേക്ക് പോകുമ്പോ അമ്മന്റെ വീട്ടിൽ പോകുമ്പോ എനിക്ക് അപ്പ ക്ഷീണം വരും സർബത്ത് കുടിക്കണം പിന്നെ അത് കുടിക്കാണ്ട് ഞാൻ പോവൂല
കൊറേ പുളിയാക്കണ്ട. അത് തന്നെ മതി. ഇത് എത്ര റിസ്ക് എടുത്തിട്ട് ആക്കിയിട്ടുണ്ടാവും അമ്മേ. പിന്നെ ഇത് സർബത്ത് പഞ്ചസാര വറക്കണം. ഒരിക്കൽ പഞ്ചസാര വറുത്ത് ഇങ്ങനെ ആക്കിയല്ലേ ഇതായി കുപ്പി. വേറെ ഉണ്ട് ഒരു കുപ്പിയിൽ, വലിയ കുപ്പിയിലുണ്ട്. നമുക്ക് ഉത്സവത്തിന് വരുമ്പോ അത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഉത്സവം, ഇത് വ്ളോഗ് എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഉത്സവം ശരിക്കും നമ്മുടെ മാർച്ച് 31 തുടങ്ങും. എന്നിട്ട് ഏപ്രിൽ 1, 2 2-ാം തീയതിയാണ് ഈ പറഞ്ഞ ഈ പച്ചസാരിന്റെ ഒക്കെ ബഹളം വരാൻ. അപ്പോഴാണ് ഈ പച്ചസാരിനെ കൊണ്ടൊക്കെ ഉള്ള പ്രളയങ്ങളൊക്കെ കേട്ടോ. എല്ലാരും പച്ചയിലൊക്കെ സാരിയും ബ്ലൗസും എല്ലാം പച്ചയാണ് മയമാണ്. അതിനെടുക്കാണ് ഇപ്പൊ ഇതും കൊണ്ട് ഇതിന് വേഗം വന്നിട്ട്. എനിക്ക് വലയിട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് തിരക്കെല്ലായതുകൊണ്ട് അടിക്കാൻ കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇപ്പൊ ഇന്നിപ്പോ 25-25-നാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. വീഡിയോ വന്നതെന്ന് എനിക്ക് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോ ഉത്സവമൊക്കെ ആയിട്ടായിരിക്കും. ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും സർബത്ത് കുടിക്കട്ടെ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് സർബത്ത് കറക്റ്റാണ്. ഇവിടെ ഉള്ളവർക്ക് സർബത്ത് കുടിച്ച് മതിയായിട്ടുണ്ടാവില്ല. അതിനകത്തോട്ട് ഇത് കലക്കാൻ മതി അല്ലേ? ഓഫ് കസ്കസ് ഇന്നിനും ഒരു കുറവ് വരുത്തണ്ട. എല്ലാം അങ്ങോട്ട് നടക്കട്ടെ. തണുത്തോളം ഒഴിക്കണേ അമ്മേ. അതാണ് സർബത്ത് കാച്ചി. അതല്ലേ രാമായണം മൊത്തം പാടിയിട്ട് ഇപ്പൊ വന്നിട്ട് സീതാരാമന്റെ ആരാണെന്ന് വേണ്ടത്. പഞ്ചസാര കൊടുക്കണ്ട. പഞ്ചസാരല്ലേ ഇത് എന്തായാലും ഞാൻ പറഞ്ഞത്. കഴിക്കരുതട്ട ഇത്. ചില സമയത്ത് കയ്പ് എഴുത്തുണ്ട്. പുളിയും മധുരമൊക്കെ പുളി കൂടില്ലല്ലേ? ഇപ്പൊ എന്നാ മധുരം ഒഴിക്കാം. മതി. ഇത് കൊറേ ഒഴിക്കണ്ട. ഇതിന് വെള്ളം നല്ലോണം ഒഴിക്കി. വെള്ളം ഒഴിക്കാത്തോണ്ടാണ് അത്. വെള്ളം ഒഴിക്കി. പറയും നിങ്ങളെ സർബത്ത് എനിക്ക് വേണ്ട. ഇഷ്ടമല്ല. പണ്ടേ ഇഷ്ടമാവില്ല. കണ്ണൂക്കാർക്ക് എന്താണെന്നറിയില്ല സർബത്ത് ഇത്ര വലിയ അത്ര ഇഷ്ടമൊന്നും ഇഷ്ടല്ല. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? വലിയ കുഴപ്പമില്ല. ഇപ്പൊ എനിക്കുണ്ടമ്മ എന്തായാലും. ഓക്കെ. അപ്പൊ നമ്മളെ കസ്കസ് സർബത്ത് ഇല്ല. നമ്മളെ പറവൂർത്താൻ സ്റ്റാൻഡിലെ സർബത്തിന്റെ രസമില്ല. അതിന്റെ രസം അതിന്റെ രസം കിട്ടൂല. അതവിടെ പോയി കുടിക്കണം. അത് കുടിക്കാം. കണ്ണൂക്കാർക്ക് സർബത്ത് ഇഷ്ടപ്പെടൂലെന്ന് അവിയപ്പല ഇവിടുന്ന് ഉരുട്ടുന്നുണ്ട് അല്ലേ ഏട്ടെ? ഇത് നമുക്ക് നമ്മളെ പറവൂരല്ലേ ഏട്ടാ? ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോ ഞാൻ സർബത്ത് കുടിക്കാണ്ട് കുഞ്ഞിത്തേലേക്ക് പോകൂല. ഞാൻ എനിക്ക് അവിടെ ചെല്ലുമ്പോ അതെ എനിക്ക് അവിടെ ചെല്ലുമ്പോ ക്ഷീണം ആലസ്യം വരും. ഇത് കുടിച്ചിട്ടേ പോകും. കൊറേ നേരം നമ്മ എന്തൊക്കെയോ എടുത്ത് എന്നിട്ട് അയ്യപ്പ ഇതുപോലെ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ നിന്ന് എന്നിട്ട് എന്ത് കാച്ചി. ചേട്ട ഇല്ലാത്തത് അഗ്വരെ ചേട്ട പറഞ്ഞു. അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കി പറഞ്ഞു ചേട്ട. പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്നാ പറയുന്നു. ഇപ്പൊ ഒന്നും കിട്ടിയില്ല. പേട്ടളിയന് ഒരു സാധനം വേസ്റ്റ്. ഞണ്ട് കറിയോ? ഞണ്ട് കറി കൊണ്ട് ചോറ് തിന്നാലോ? ഇപ്പൊ നീ നിന്റെ വീട്ടിൽ പോയിട്ട് മുതുക്ക് പറഞ്ഞാല് ചോറ് പോയി അടിച്ച് വീർപ്പിച്ച് വെച്ച് വന്നേക്കാണ്. ഞാനിവിടുന്ന് ചോറ് അടിക്കട്ടെ എന്നാല്. എന്താണ്? കുസുമവദന മോഹസുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ. അതങ്ങനെ ഉണ്ടായി അടുത്തൊരു വഴി. നിങ്ങളുടെ മൂന്ന് നീ എല്ലായിടത്തൊക്കെ ഞാൻ പോലീസിനെ കൂട്ടി വരാന്ന് പറഞ്ഞ് പോയടാ. ഇനി ഇവിടെയൊന്നും വരൂലേ? ഞാൻ വക്കീലിനെയും കൂട്ടി വരാന്നാ. അങ്ങനെതാ വിളക്ക് വെച്ചു, സദ്യയോടെ എടുത്തു. എല്ലാവരും ഇങ്ങനെ അമ്മയുടെ കുളിയെല്ലാം കഴിഞ്ഞ് അമ്മ സെറ്റായിതാ എല്ലാവരും ഇരിക്കുന്നു. ഇനി ഞാനിവിടുന്ന് മെല്ലെ പോകാം അല്ലേ? എന്തൊക്കെയാണ് ഉള്ളേ നോക്കട്ടെ. ചെമ്മീനാ? ചെമ്മീൻപ്പ പാവങ്ങള് ചെമ്മീനാ. മുട്ടക്കോലപ്പുണ്ടാ? അതോ രാവിലത്തെ രാവിലെ തുറമ്പേർന്ന് ഇറങ്ങാൻ അടിച്ചു വെച്ചതാണ്. കുഴപ്പമില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കട്ടെ. തേങ്ങയും പഞ്ചസാര വലിയ ഐറ്റംസ് ഒന്നും കേട്ടോ. തേങ്ങ പഞ്ചസാര വെച്ചിട്ടുള്ള ഉണ്ടായിപ്പാണ് കേട്ടോ. എല്ലാവരോടും പോകുന്നു. ടാറ്റ 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 ടാറ്റ.
അടിക്കാൻ കൊടുക്കണം. പോണ വഴി കയറിയിട്ട് അത് അടിക്കാനും കൊടുത്തിട്ട് വേണം പോകാൻ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാം. വീണ്ടും വണ്ടി ഓഫാക്കി കുറെ നേരം ഇത് ഓണാക്കലോ. ഹെൽമെറ്റ് ഊരി മനുഷ്യ ഹെൽമെറ്റ് ഇടുമ്പോ പോവാ. ഇനിയപ്പോ ടൈലറിംഗ് ഷോപ്പിലേക്ക് നേരെ അടിക്കാൻ ഷോപ്പിൽ പോണ്ടേ. ഞാൻ എന്താ ടൈലറിംഗ് ഷോപ്പിലെത്തിയിട്ടാ. എന്റെ പുറകെ അടിക്കാൻ വാ പോര് വാന്ന് നമ്മളെല്ലാം മേയിച്ച് പാവം പട്ടാക്കന്മാര് തളർന്ന് വായോ കേറാൻ പറ്റുന്നില്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നു. എന്തായാലും അതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഉത്സവം കിട്ടുമോ ഇല്ലയോ സമാധാനം ഉണ്ടാവോ എന്താ. വലിയ കാര്യത്തിന് പാവാടകളൊക്കെ അടിക്കാനെല്ലാം കൊടുത്തിട്ടുണ്ട്. കിട്ടിക്കഴിയുമ്പോ തള്ളവയും അപ്പോൾ എന്തായാലും എൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും പ്രതീക്ഷിക്കും. കാരണം ഇത് സാധനം കൈ കിട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ എന്തായാലും ഒരു ഷവർമയൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക്.